ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു തരി പോലെ എണ്ണ ചേർക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന് വേണ്ടി വലിയൊരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഴമാണ്. വലിയ പഴമാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ 1.5 പഴം ഇട്ട് കൊടുക്കുന്നത്. നേന്ത്രപ്പഴമാണ് എടുത്തേക്കണത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു സ്മാഷർ കൊണ്ട് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് വേഗം ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഈ സ്നാക്സ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തണേ. പിന്നെ നമ്മൾ ഇടുന്നത് ഓട്സ് ആണ് കേട്ടോ. ഈ ഒരു അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത്, ആവശ്യത്തിനാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ഇട്ടാൽ കേട്ടോ. നന്നായിട്ട് തിക്കും അല്ല അതുപോലെ ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂണോളം നെയ്യൊഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണിൽ കുറച്ചീശെ എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. ഷേപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റി മറിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ കൊടുക്കണത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ട പറഞ്ഞാൽ കുറച്ചുകൂടി തിന്നായിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എനിക്കൊരു 5 എണ്ണത്തോളം ഉണ്ടാക്കാൻ ഇതിന് പറ്റി. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയൊന്നും പിടിക്കാണ്ടിരിക്കാനേ. പിന്നെ അതുപോലെ തന്നെ ഇത് പൊട്ടിയൊന്നും പോവില്ല കേട്ടോ. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1 ടീസ്പൂൺ നെയ്യിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണത്. പിന്നെ ഞാൻ ഇതുകൊണ്ട് മറിച്ചിടാനൊക്കെ നോക്കി, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. ഇങ്ങനെ മറിച്ചിടാൻ പറ്റുന്നില്ല, അത് അങ്ങോട്ട് ഓടിപ്പോവാണേ. അപ്പം നമ്മൾ വേറൊരു തവി എടുത്തിട്ട്, അതിൻ്റെ പേരെന്തിട്ടാണെന്നൊന്നും എനിക്കറിയില്ല, ഈ ഒരു സാധനം എടുത്തിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ മറിച്ചിട്ടത്. ഞാൻ എടുക്കുമ്പോൾ അതങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം താഴെയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ തിരിച്ചിട്ടത്, മൂന്നാമത് ഞാൻ തിരിച്ചിട്ടതും അത്രയ്ക്ക് അങ്ങോട്ട് വെന്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേ. പിന്നെ ഞാനത് കുറച്ച് നേരം കൂടി വെച്ചിട്ട് അത് വേവിച്ചെടുത്തു. കരിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം. എന്നാൽ മാത്രമേ അത് ഉള്ളൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിത് മറിച്ചിട്ടിട്ട് മറ്റേതും കൂടി മറിച്ചിട്ടിട്ട് ഞാൻ നന്നായിട്ട് ആ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പഴയ പോലെ എല്ലാം ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ അവിടെ ചീസ് ഇരിക്കണ കണ്ടപ്പോൾ അത് ഒരെണ്ണം എടുത്ത് മുറിച്ച് എല്ലാത്തിൻ്റെ മുകളിലോട്ട് ഓരോന്നും വെച്ച് കൊടുത്തിട്ട്, ഓരോന്നല്ല ചെറിയൊരു പീസാക്കി വെച്ച് കൊടുത്തു കേട്ടോ. പീസ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചെയ്യണ്ട. മോൾക്കാണെങ്കിലും മുകളിൽ ചീസ് വെച്ചത് ഇഷ്ടപ്പെട്ടില്ല. പൊതുവെ ചീസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ വെച്ചത് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വേഗം വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ വേഗം വരാം നെക്സ്റ്റ് വീഡിയോയിലൂടെ. അപ്പോൾ ബൈ.